ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കിന്ന് വെണ്ടയ്ക്ക കൊണ്ട് പറ്റിയ നല്ലൊരു ഡിഷ് ട്രൈ ചെയ്താലോ. അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ഡിഷാണ്. ഇതൊരു നാടൻ ഡിഷാണ് കേട്ടോ. നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് ഇഷ്ടംപോലെ ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 10 ചെറിയ സൈസിലുള്ള വെണ്ടയ്ക്കയാണ് എടുത്തേക്കുന്നത്. വലിയ സൈസാണെങ്കിൽ ഒരു 7-8 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. ഇത് നല്ല പിഞ്ച് വെണ്ടയ്ക്കായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ 10 എണ്ണം എടുത്തത്. പിന്നെ നമ്മളൊരു 10-15 ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, ഒരു പച്ചമുളക്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ചട്ടി ചൂടാക്കി അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച്. നമ്മൾ ഈ മൺചട്ടിയിലൊക്കെ വെക്കുന്ന കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഈ നാടൻ കറികളൊക്കെ മൺചട്ടി തന്നെ വെക്കാൻ ശ്രമിക്കണം, അപ്പോൾ അതിൻ്റെ തനതായ ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. എന്നിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ചുമന്നുള്ളിയാണ് എടുത്തിടുന്നത്. 15 ചുമന്നുള്ളി നമ്മൾ കഴുകി വൃത്തിയാക്കിയത് എടുത്തിട്ട് അതൊന്ന് വാടി വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് വട്ടത്തിലരിഞ്ഞ് നമ്മുടെ വെണ്ടയ്ക്കായും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് വഴണ്ടൊന്ന് വരുമ്പോഴത്തേന് നമ്മൾ ഒരു തക്കാളിയും കൂടി ഇടുക, പിന്നെ ഒരു പച്ചമുളകും കൂടി ഇടുക കേട്ടോ. പിന്നെ എരി കൂടുതൽ വേണ്ടവർക്ക് ഒരു പച്ചമുളകും കൂടെ വേണമെങ്കിൽ ഇടാം, 2 പച്ചമുളക് ഇടാം. ഞാൻ ഒരെണ്ണേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ടിത് നന്നായിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ആദ്യം ഇടുക, അപ്പോൾ നല്ല പെട്ടെന്ന് വഴണ്ട് വരും. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റുക. അപ്പോൾ അത് നമ്മളൊരു ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഈ എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് അത് അടിക്കൊന്നും പിടിക്കത്തില്ല, അത് ആ ചെറിയ തീയിലിരുന്ന് വെന്തോളും. അപ്പോൾ ചെറിയ തീയാണോ എന്ന് നോക്കിക്കോണം കേട്ടോ. ഈ സമയം തന്നെ നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തിട്ട് അത് ചെറിയൊരു ചീനിച്ചട്ടി ചൂടാക്കി അതിനകത്തോട്ട് നമ്മൾ തേങ്ങ തിരുമിയതിട്ടിട്ട് ഒരു 4 കൊച്ചുള്ളി കേട്ടോ, ചുമന്നുള്ളി എടുക്കണം. അപ്പോൾ ഈ കൊച്ചുള്ളി ഇതിനകത്ത് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ അരഞ്ഞു വരുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരയാൻ വേണ്ടിയിട്ടാണ് ഈ കൊച്ചുള്ളി ഇടുന്നത്. പിന്നെ ഒരു നുള്ളു ഉലുവായും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ കൈയെടുക്കാതെ തന്നെ വഴറ്റിയെടുക്കണം. നമ്മൾ ഈ കറിക്കകത്ത് ഇച്ചിരി സമയം എടുക്കുന്ന പ്രോസസ്സ് ഈ തേങ്ങ വഴറ്റിയെടുക്കാനാണ്. അപ്പോൾ ഈ തേങ്ങ വഴറ്റിയെടുക്കാൻ മടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ സമയമൊക്കെ കിട്ടുമ്പോൾ 5-6 തേങ്ങയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ വഴറ്റി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് പൊടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ അത്യാവശ്യ സമയത്ത് കുറച്ച് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ കടകളിലും കിട്ടും ഇപ്പോൾ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് തേങ്ങയ്ക്കകത്തോട്ട് ഉലുവായും കൊച്ചുള്ളി ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക. അതൊന്ന് നന്നായിട്ട് ഇളക്കി അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ എന്താണ് ഇടേണ്ടത്, മുളക് പൊടിയും മല്ലിപ്പൊടി ഇടണം. ഞാൻ ഇവിടെ 2 സ്പൂൺ മല്ലിപ്പൊടിയും 1.5 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ ഈ പൊടി ഐറ്റംസ് ഇടുമ്പം തീ നല്ല കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇതങ്ങ് കരിയും. അത്രയും നേരം നമ്മൾ മെനക്കെട്ടത് വെറുതെ. അപ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ആ തേങ്ങയ്ക്കകത്ത് നിന്നൊക്കെ എണ്ണ വിട്ട് വരും. ആ ഒരു പരുവം വരെ നന്നായിട്ട് ഇളക്കണം കേട്ടോ. അത് ഇളക്കി, അല്ലെങ്കിൽ നമ്മൾ ഇത് തീ കൂട്ടിയിട്ടിട്ട് ഇത് ഇളക്കി എടുക്കുകയാണെങ്കിൽ ഇത് കരിഞ്ഞ് അതിൻ്റെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ പൊടിവർഗ്ഗങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തീ കൂട്ടി വെക്കാൻ പാടില്ല, കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അത് നല്ല മൂത്ത് വന്ന് എണ്ണ വിട്ട് വരുന്ന സമയത്ത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ആദ്യം ഈ തേങ്ങ മാത്രം ഇട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ടത് പൊടിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച്, അല്ലെങ്കിൽ നമ്മൾ അരയത്തില്ല, കൊന്തും പിരിയായിട്ട് അങ്ങ് കിടക്കും കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമ്മുടെ വാടി വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്കകത്തോട്ടും ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് യോജിപ്പിക്കുക. നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒരു 3 തിള വരണമേ. പിന്നെ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പിഴിഞ്ഞ് നമ്മൾ ആ വെള്ളവും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കണം കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റാണ്. നല്ല പുളിയും ഉപ്പും എരിവും എല്ലാം കൂടെ ബാലൻസ് ആവും കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ചെറിയ തീയിൽ ഇത് വെച്ച് എണ്ണ തെളിയുന്നിടം വരെ വെക്കുക. അപ്പോൾ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ട്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക തീയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് നമ്മുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്